വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. സത്യം പറഞ്ഞിട്ട് അൺടോൾഡ് ഒന്നല്ലേ പറഞ്ഞു റൊമാൻസിന്റെ പോസ്റ്ററിലൊക്കെ ഒരു തേനീച്ച ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? രണ്ട് മുഖമാണ്. ഉണ്ടോ? ഇന്റർവ്യൂവിനിടയിൽ മമ്മിക്ക് സംഭവിച്ചതുണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഒക്ടോബർ 16 പൃഥ്വിരാജ് അനിരുദ്ധിന് ഞാൻ മറന്നു പറയാൻ. രാജേട്ടന്റെ ബർത്ത്ഡേ സേവ് അതായിരിക്കും. ജൂനിയർ എന്റെ നേരത്തെ താഴെയാ എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഫെബ്രുവരി പറയണം അല്ലേ? രാജമൗലി പടങ്ങളുടെ ഒക്കെ ഒരു കഥ പോലെ സെറ്റിലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നിങ്ങള് ബോംബുണ്ടാക്കി പൊട്ടിക്കട്ടല്ല. അങ്ങനെയൊക്കെ പല കളികളും. ശ്യാമേട്ടൻ മാത്രമല്ല ഇതിൽ ഡീസന്റ്. ശരിക്കും സെറ്റിൽ എങ്ങനെയായിരുന്നു? ഞാൻ അവിടെ ഇരിക്കട്ടെ. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഫെബ്രുവരി 14 നമ്മൾ ഈ കൊല്ലം അൺടോൾഡ് പറഞ്ഞു അല്ല, ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ നമ്മളെ കേരളക്കാർ ആഘോഷിക്കാൻ പോകുന്നത് ഒരു കട്ട ബ്രൊമാൻസിലൂടെയാണ്. ആ ബ്രൊമാൻസ് വിശേഷങ്ങൾ പറയാൻ നമുക്ക് ഇന്ന് ഓൾ ടീം ഓഫ് ബ്രൊമാൻസ് ഉണ്ട്. സോ വെൽക്കം. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഒരു പ്രൊമോഷൻ ഒക്കെ വരുമ്പോ നമുക്ക് അധികം റിവീൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയായിരിക്കും ഒരു ആക്ടേഴ്സ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം? പ്രിപ്പയർ ചെയ്യാറില്ല. അങ്ങനെ നമുക്ക് അവര് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ടീമും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഒക്കെ പറയും എന്ത് പറയാൻ വേണ്ടി പറയായിരുന്നോളൂ. പിന്നെ നമുക്കും കുറച്ച് ബുദ്ധികളുണ്ട്. ഫസ്റ്റ് ഇന്റർവ്യൂ ലേഡിജയും പറകിൽ വന്നു പറഞ്ഞതല്ലേ ഇത് നോനോ അത് നോനോ അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഏകദേശം ധാരണയാവും. ഇന്നിപ്പോ എങ്ങനെയാണ് പൊതുവെ ഇന്നത്തെ ഒരു വൈബ്? പൊതുവെ ഇന്റർവ്യൂവിൽ ഏറ്റവും കേട്ടുമെടുത്തൊരു ചോദ്യം എന്തായിരുന്നു? ആക്സിഡന്റ് അല്ലേ? പിന്നെ എന്താണ് വാലന്റൈൻസ് ഡേയിലെ നിങ്ങൾ ചെയ്ത കുസൃതി എല്ലാം ഫുൾ അതായിരുന്നു. രണ്ടു അതാണ് ആ ചോദ്യം. അല്ലല്ല, അത് കുസൃതിനെ പറ്റി ആലോചിച്ചു. ഈ ഫെബ്രുവരി ഭയങ്കര ലക്കാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രേമലു, ഈ ഫെബ്രുവരിയിൽ റൊമാൻസ്. എങ്ങനെയാണ് അതിന്റെ ഒരു ലക്ക് ഫാക്ടർ ആണോ ഫെബ്രുവരി? എന്റെ ബർത്ത്ഡേ ഫെബ്രുവരി 15th. ഞാനപ്പോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഫെബ്രുവരിയിലാണ്. അതുകൊണ്ട് ലക്കും എല്ലാം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ട് മുമ്പത്തെ കുറച്ച് വർഷം അതാണ്. ആളുകൾക്ക് ഇപ്പൊ നല്ല ഓർമ്മകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പല ബർത്ത്ഡേകളും മോശമായിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഫെബ്രുവരി 15 ഇതിനു മുമ്പും ഞങ്ങളുടെ ഒരു പടം റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് വരാതിരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി നല്ലായിരുന്നു, അടുത്തതും നല്ലതാവണം എന്നുള്ള. മാത്യുവിന് 2 റിലീസ് ഉണ്ടല്ലേ ഫെബ്രുവരി? രണ്ടെണ്ണുള്ളൂ. അർജുനേട്ടൻ എങ്ങനെയാ ഫെബ്രുവരി? കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ ആയിരുന്നു. കഴിഞ്ഞതും കഴിഞ്ഞതിന്റെ മുമ്പത്തെ അടിപൊളിയായിരുന്നു. രോമാഞ്ചവും അല്ല കൊറേ എനിക്ക് കുമ്പളങ്ങി ഫെബ്രുവരി. എനിക്ക് ഇപ്പൊ ചോദിച്ചാലും ഓരോ സിനിമ റിലീസായ വർഷവും ദിവസവും ഓർമ്മയാണോ? മാസം ഓർമ്മ ഉണ്ടാവൂടാ. എന്റെ അല്ലേ? എന്റെ ഓർമ്മയുണ്ട്. ഡിസംബർ 21. സംഗീതത്തിന് എനിക്കറിയാം. ഡിസംബർ 21 ആണോ ബർത്ത്ഡേ? ഡിസംബർ 20. ഡിസംബർ 20 20th ആണോ? അച്ചോട്ടന്റെ ഓഗസ്റ്റ് അല്ലേ? അല്ല, എന്റെ ഓഗസ്റ്റ് അല്ല.
ഒക്ടോബർ 16 പൃഥ്വിരാജ് അനിരുദ്ധിന്. ഞാൻ മറന്നു പറയാൻ. ഞാൻ എന്റെ രാജേട്ടന്റെ ബർത്ത്ഡേ സേവ അതായിരിക്കും. ജൂനിയർ രാജേട്ടന്റെ പൃഥ്വിരാജിന്റെ ഫെസ്റ്റിവൽ എന്തോ വീട് നിന്റെ ഫോണാണോ? അല്ല എന്റെ ഇവിടെ ഉണ്ട്. 2002 തോന്നുന്നു അത് നിന്റെ രാജേട്ടന്റെ എന്റെ നേരത്തെ താഴെയാ. പറയട്ടെ ഒന്ന്. രാജേട്ടന്റെ ഫസ്റ്റ് ഫിലിം എനിക്ക് തോന്നുന്നത് 2002 ആ സിനിമയിൽ വന്നേന്ന് തോന്നുന്നു. ഞാനപ്പോഴാ ജനിക്കണേ. എന്റെ അമ്മ രാജമൗലി പടങ്ങളുടെ ഒക്കെ ഒരു കഥ പോലെ റീബർത്തോ അതവന് ഇഷ്ടപ്പെട്ടു. അയ്യോ ഞാനത് മറന്നു കഴിഞ്ഞതിൽ പറയാൻ. പറഞ്ഞില്ലേ My God. ബാക്കി എല്ലാ ഇൻഫർമേഷൻസും വീണ്ടും വീണ്ടും പറയാം. ഫെബ്രുവരിയാണ്. ഫെബ്രുവരി പ്രേമലു തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരിയിലെ റിലീസ്. നമ്മുടെ ഈ റൊമാൻസിന്റെ പോസ്റ്ററിലൊക്കെ ഒരു തേനീച്ച ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു ശരി? അതും കേട്ടും അടുത്തൊരു ചോദ്യം. മടുക്കാത്ത ചോദിച്ചത്. അല്ല അതൊന്നുമില്ല. അത് എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഫെബ്രുവരിയിലാണ്. പറയണം അല്ലേ? ഗോപിയുടെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ 15-ാം തീയതി. ഒരു ഫെബ്രുവരി സിനിമ തന്നെ. ഫെബ്രുവരി 14. ഫെബ്രുവരി 14 Romance release ആണ്. ആ തേനീച്ച എന്തായിരുന്നു സംഭവം? ഇനി വേറെ ആരെങ്കിലും പറ. തേനീച്ചക്ക് 2 മുഖമാണ്. തേനീച്ചക്ക് 2 മുഖോ? അങ്ങനെയല്ലേ? ഒന്ന് മുന്നിൽ ഒന്ന് പിന്നിൽ. ഉണ്ടോ? പറയാൻ പറ്റില്ലല്ലോ. അവന്റെ കൊസ്റ്റിമാരുണ്ടാവോ? ചില സാധനങ്ങൾ കണ്ടിട്ടില്ലേ? 2 ഇരുതലമുരി എന്നൊക്കെ പറയണ അവള് വയലന്റ് ആയിട്ടോ. ഇന്റർവ്യൂവിനിടയിൽ മഹിമയ്ക്ക് സംഭവിച്ചത് ഉണ്ടാവും നിങ്ങൾ ഞെട്ടും. 2 സ്വഭാവ തേൻ സ്വഭാവം ഇടക്ക് തേനുണ്ടാക്കും. ഈ പടത്തിലെ ആൾക്കാര് സ്നേഹമാണെങ്കിൽ തേനുണ്ടാക്കും. കളിപ്പണി നല്ലിട്ടി. അവരൊന്നും അറിയാണ്ട് ചിരിക്കണുണ്ട്. നാടൻ ഇതിന് മുന്നത്തെ ഇന്റർവ്യൂ കണ്ട മനസ്സിലാവും ഞങ്ങൾ. ഇതെനിക്ക് എന്തായാലും ഞാൻ എറലേ 2 വട്ടം അടുപ്പിച്ച് കൂടെ ഒന്ന് ചിരിക്കുക എല്ലാരും കൂടെ. അത് നിങ്ങളൊന്ന് ഇങ്ങനെ അതായത് ഇതിന് മുന്നത്തെ ഇന്റർവ്യൂല് ഈ തേനീച്ചയുടെ കഥ ചോദിച്ചപ്പോ വെറുതെ ഒരു കാര്യമില്ലാതെ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തായിരുന്നു. സത്യമാണ് ഒരു തരത്തില്. എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലോ തേനീച്ചക്ക് തേനുണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പുറത്തതാണെങ്കിൽ തേൻ കുത്താനല്ല, തേനീച്ച കുത്തിയ വേനിക്കുമല്ലോ. അപ്പൊ പെയിനും ഉണ്ട്. അപ്പൊ 2 എക്സ്ട്രീം ആണല്ലോ. അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും 2 എക്സ്ട്രീം ഉണ്ടെന്ന് ഞാൻ വെറുതെ അല്ല പറഞ്ഞു. ഞാൻ അത് എഡിജിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് എഡിജി എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. പറഞ്ഞ ആൾക്കാര് വേറെ ഞാൻ പറഞ്ഞു അത് അടുത്ത ആള് പറയുമ്പോഴത്തേക്കും മാറിപ്പോയി. 2 സ്വഭാവം ഉണ്ട്. അല്ല ശരിക്കും സെറ്റിലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നിങ്ങൾ ഈ ഒരു കൈൻഡ് ഓഫ് അല്ല ഊനോ മറ്റേ എക്സ്പ്ലോഡിങ് കിച്ചൺ ഇങ്ങനെയുള്ള പല ഗെയിംസും ഞങ്ങൾ കളിച്ചായിരുന്നു. കൈൻഡ് ഓഫ് ബോംബുണ്ടാക്കി പൊട്ടിക്കണല്ല. എക്സ്പ്ലോഡിങ് കിച്ചൺ കാർഡ് ഗെയിമാ. നല്ല രസമായിരിക്കും. ഊനോ കളിച്ച് മടുത്തു. ഇപ്പൊ ഞാൻ മാത്രം ഉത്തരം പറയണുള്ളൂ. ഊനോ കളിച്ച് മടുത്തപ്പോ ഞങ്ങൾ പുതിയൊരു ഗെയിം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അത് കളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പല കളികളും ഗെയിംസ് കാർഡ് ഗെയിംസ് ഞങ്ങൾ കളിച്ചായിരുന്നു. സോറി ശാവേട്ട മാത്രം കുറച്ച് ശ്യാമേട്ടൻ മാത്രമല്ല ഡീസന്റ്.
അല്ല ഈ കാണുന്ന ഫണ്ടും പരിപാടികളും തന്നെയാണ് സിനിമയ്ക്ക് കാണുന്ന ഫണ്ട് പരിപാടികൾ. ഈ രാത്രി 12 മണിയുടെ ഇന്റർവ്യൂസിൽ ഞങ്ങൾക്ക് ചെറിയ ഷൂട്ടിംഗ് സമയത്ത് ഉറക്കവും വിശപ്പും. ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെയായിരുന്നു. അല്ല സീരിയസ് സീൻസ് ഒക്കെ എടുക്കുമ്പോ ശരിക്കും എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും? ഞാൻ ഇങ്ങനെ ചിരിക്കാറുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചിരിച്ചു തുടങ്ങിയ ദേഷ്യം വരെ ബെറ്റർ ഉണ്ട്. മര്യാദ അഭിനയിക്കണമെങ്കിൽ അല്ല അത് എഴുതി ദേഷ്യപ്പെട്ടത് അത് ഇവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുള്ള ആ ഒരു ബന്ധത്തിന് ബന്ധത്തിന്റെ അല്ല ദേഷ്യപ്പെടുന്നത് നമ്മള് കാരണം. അല്ല നിങ്ങൾ അങ്ങനെ ചിരിച്ചു, ഞാൻ ചിരിച്ചോണ്ടല്ലേ. അല്ല നമ്മള് എല്ലാവരും കിട്ടണം, നീ ഒറ്റക്കാണ് മേടിക്കണം. നമുക്ക് എല്ലാത്തിനും കിട്ടും. ചിരിക്കുന്നത് നീയാണെങ്കിലും എല്ലാവർക്കും കിട്ടുമല്ലോ. സോറി സോറി. അല്ല ഞാൻ കാരണല്ലേ. സോറി പറഞ്ഞായിരുന്നു. സോറി അല്ല നമുക്ക് ഒരു ചെറിയ ഗെയിംസ് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിനിമകളുടെ പേര് ഞാൻ തരും. ഒരാൾ ഇപ്പുറത്ത് വന്ന് ആക്ട് ചെയ്ത് കാണിക്കണം അത് ഏത് സിനിമയാണെന്നുള്ളത്. അപ്പൊ ആദ്യം ആരാ വരാൻ പോണെ? എന്താ ഞാൻ വരാം. എന്റെ അർജുൻ ചേട്ടനാണ് സ്ഥിരം എന്റെ ഇരിക്കണം അവിടെ. ഏത് പുതിയ സെഗ്മെന്റ് ഇത് ഇതല്ല. ഫ്രഷ് ആണ് അത്. ആ എന്നിട്ട് അവിടെ നിന്ന് ഉത്തരം പറയും. അത് ചീറ്റിംഗ് അല്ലേ? പാടാന്ന് പറഞ്ഞോണ്ടോ അത്? അല്ല പിന്നെ ഇത് അല്ല, അത് ഹിന്ദി Sir, പടങ്ങളാ. ഹിന്ദിടാ. എന്റെ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഹിന്ദി അത് പടം മാറ്റി. ഞാൻ ചെയ്യാം ഹിന്ദി പടം. ഞങ്ങൾക്ക് മനസ്സിലുണ്ട്, ഞങ്ങൾ ഇനിയിപ്പൊ ഞാൻ ചെയ്തത് കിട്ടിയതല്ലേ. മേനെ പേരിക്ക് ഋത്തിക് റോഷൻ. അഗ്നിപത്ത്. കാർ ടാർസൻ അല്ല, ടാർസൻ ഋത്തിക് റോഷൻ അല്ല. കാർ ഓടിച്ചിട്ട് ഇങ്ങനെ സിന്ദഗി. സിന്ദഗി നാം ലേക്ക് ദോ ബാര. ഓ പൊളിച്ചത്. അത് പൊളി. അർജുൻ ചേട്ടൻ മാസ്. സീന അഭിനയിച്ച് കളിച്ചല്ലോ അവിടെ പോയിട്ട്. പോമാൻ. ഇത് ഞാൻ പോവാം. എല്ലാം ഹിന്ദിയാ? അല്ലല്ല 6 ഹിന്ദിയും 1 മലയാളം. 3 കന്നഡ. മലയാളം കിട്ടണ ഭാഗ്യവാൻ. ഇത് ഞാൻ ഇങ്ങനെ കാണിക്കും. ഇത് ഇരുന്ന് വേറെ എനിക്ക് വേറെ ഓർമ്മ. അച്ചോട്ട് കൊടുത്തില്ലേ എനിക്ക് ഓർമ്മ. കാണിക്കടാ കാണിക്ക തോൽവി വരാം. പക്ഷെ അത് തന്നെ ഞാൻ കണ്ടില്ലേ, തോൽവി സമ്മതിക്കും. അത് ഞാൻ തോറ്റു. എന്താ നോക്കാൻ പോള് എറിഞ്ഞ ഇത് കാണിക്കാൻ പറ്റൂല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല. അത് simple. ടോണൊക്കെ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്, ബ്രദേഴ്സ്, നമ്മൾ നമ്മൾ, ഇതൊന്നും ഇങ്ങനെ മലയാളം. മലയാളം. ഓ, കളിച്ചിട്ടില്ലേ? ഇങ്ങനെ അടിച്ചപ്പോ ആ സംഗീത വരൂ. ഇതെന്താ മലയാളോ? അപ്പൊ ഹിന്ദിയതാ ഹിന്ദിയതാ ആ എനിക്ക് കിട്ടിയത് സംഗീതം കൊടുക്ക്. അതെ അതെ. എന്തൊട്ട് ഹിന്ദി ഇത് സിമ്പിളാണ്. ഇത് ഭയങ്കര സിമ്പിളാ. അതെങ്ങനെ ഇത് സിമ്പിൾ അല്ലേ? എങ്ങനെ ഇത് ഹിന്ദി വാക്ക്? എനിക്ക് ഇതിന്റെ അർത്ഥം പറയുന്നതാ. ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ കണ്ടാ? അത് കണ്ട് ആദ്യം എടുത്തതല്ലേ. ആ ദാ അടുത്തെടുത്തു. ഏട്ടാ തോക്കാൻ സമ്മതിക്കില്ല. ഒരു ചിട്ടും കൂടി ഉള്ളേ. അൻപേശിവം. ആ ഇത് പറ്റൂലേ? അല്ലേ? പൊളിച്ചാൻ. ചുമ കിച്ച് കിച്ച്. മമ്മൂട്ടി ക- ഒക്കെ പറഞ്ഞ അഭിനയിക്കും. ദുൽഖർ. ഓക്കേ, ദുൽഖർ. ABCD. കുട്ടി ABCD. ചാർലി സി കമ്മട്ടിപ്പാടം. ഓർഡറിൽ പറഞ്ഞിട്ട് ആ ഇല്ല. വെള്ളത്തിൽ വീണാ? മഞ്ഞുമൽ ബോയ്സ്. ഫ്രണ്ട്ഷിപ്പ് പടങ്ങൾ കുറച്ച് സോർട്ട് ചെയ്തോണ്ട് അപ്പോ ചീട്ട് തീർന്നു. ഞാൻ കൈന്നേരം ചെവി ഹിന്ദിയാണോ പറയുന്നത്? ഇങ്ങനെ അവർക്ക് അറിയില്ലായിരിക്കും, അത് കഷ്ടപ്പെട്ടാലോ. എന്ത് അതിനകത്ത് ആരാ? അത് കണ്ടിട്ടില്ലേ? ഏതാണ്? ഹിന്ദി മതി. ഇത് വേറെ പറയോ? എനിക്ക് ചിലപ്പോ നിങ്ങൾ സിനിമയുടെ പേര് പറഞ്ഞാൽ അതിനകത്ത് ആരാ അഭിനയിച്ചെന്ന് പോലും മനസ്സിലാവൂല. ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂട്ടുകാര്. കൂട്ടുകാര്. മലയാളമാണോ?
ദോസ് ഫ്രണ്ട്ഷിപ്പ് അല്ല കൂട്ടുകെട്ട് ബന്ധു കൂട്ടുകാർ, കൂട്ട് കളിക്കൂട്ടുകാർ, ബോണ്ട്, റൊമാൻസ് ആണോ? ചിയേഴ്സ്, വെള്ളവടി കള്ളു ഹണിബി, കുപ്പി, കുപ്പി, ബോട്ടിൽ ഗ്ലാസ്, ഗ്ലാസ്, ഗ്ലാസ് കുറിക്കണോ? ഗ്യാങ്, ഗ്ലാസ് കെട്ടിപ്പിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു. ഗ്ലാസ്, മനസ്സിലായില്ലേ? ക്ലാസ്മേറ്റ്സ്, പെട്ടെന്ന് നമ്മൾ കൂടുതൽ ക്ലാസ്മേറ്റ്സ് അധികം ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ സെഗ്മെന്റ് വിജയകരമായി പൂർത്തിയായിരുന്നു. എന്റെ പുതിയൊരു ദൗത്യത്തിന് എല്ലാവിധ സഹകരണം തന്ന അർജുൻ ചേട്ടന് ഒരു പ്രത്യേക നന്ദി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുതിയ സെഗ്മെന്റ് ഉണ്ടെന്ന് അർജുൻ ചേട്ടനായിരുന്നു. അത് പാളി പുതിയതായിട്ട് വന്നേക്കുന്നെ. അത് ആക്ച്വലി ശ്യാമേട്ടന് മറ്റേ പരിചയപ്പെടുത്തി വിജയിപ്പിച്ചതായിരുന്നു. മറ്റേ പരസ്പരം ആരൊക്കെ എന്തൊക്കെ അറിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മളൊന്നും ഇതില്ലായിരുന്നു. മൈൻഡ് ഗെയിംസ് ആണോ? ആ അതിവിടെ പാടി. ഞാൻ കുറച്ച് സെറ്റിലെ വിശേഷങ്ങൾ ചോദിക്കാം. സെറ്റിൽ ആരാണ്? ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഫുഡി. ഞാൻ ചോദിക്കട്ടെ കൂടെ അല്ല ഇതില്ലേ തുടങ്ങി ലാസ്റ്റൊക്കെ ആകുമ്പോ നമുക്ക് തന്നെ അറിയാൻ ചോദ്യം. ഇവന്റെ ആദ്യത്തെ ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തേ എല്ലാരും ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനായിരിക്കുന്നു. പക്ഷെ അല്ലാതൊക്കെ എഴുതിയെടുത്തോണ്ടിരിക്കുന്നു. ഞാനല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളത് ഫോർ എ ഫൺ വിത്ത് ഫോർ ഫോർ ഹൊറർ അല്ല ഫോർ നിനക്കും രാവിലെ ഇന്റർവ്യൂ ആയിരുന്നോ? ഞങ്ങളുടെ പോലെ സംസാരിക്കുന്നു. ശരിക്കും സെറ്റിൽ എങ്ങനെയായിരുന്നു പൊതുവെ? ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നിരി, ഞാൻ അവിടെ ഇരിക്കട്ടെ. അടുത്ത ഞാൻ ചോദിക്കാം. ഭക്ഷണം കഴിക്കുന്നവരാന്നോ? ആരാ? ഏറ്റവും എനർജി അതല്ല, എനർജി ഇല്ല. ഏറ്റവും കൂടുതൽ കോമഡി പറയുന്ന ആളില്ല. പഞ്ചലുണ്ടോ? ഏറ്റവും പഞ്ചലില്ല. പിന്നെ ഇല്ലാത്ത ചോദിക്കാം. അപ്പൊ ഞങ്ങൾ ഇതൊരു ഏറ്റവും കൗണ്ടർ അടിക്കുന്ന ആരാണ്? അതല്ല ഏറ്റവും കോമഡി ഫണ്ട് എന്ന് പറഞ്ഞു. കോമഡി ഫണ്ട് കൗണ്ടർ രണ്ടല്ലേ? അതെ അതെ ഫ്രഷ് അല്ലേ? അവര് കോമഡി ചോദിക്കാൻ പറ്റില്ല. അത് മറ്റാണ് ചോദിച്ചതാ. കൗണ്ടറാക്കാം. ഏറ്റവും കൂടുതൽ കൗണ്ടർ പറയുന്ന ആരാ? ഏറ്റവും ആദ്യം പെട്ടെന്ന് ഏറ്റവും നന്നായി സിനിമ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആരാണ്? അപ്ഡേറ്റ് എന്റെ ഭയങ്കര നോളജാ സിനിമക്കാരും എല്ലാം. ആക്ടേഴ്സിന്റെ ഒക്കെ അവൻ മാത്യു പീഡിയ. ഒരു ചായ അല്ല പറ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞല്ലോ. സെക്കൻഡ് ആരാണ് അവന് ഇഷ്ടമുണ്ട്? മാത്യു ആണോ? ശരി, സെക്കൻഡ് ആരാ? ആക്ച്വലി സംഗീതമാണ്. സംഗീതത്തിന്റെ ഒരു എഡിറ്റർ കൂടെ ആണല്ലോ. അപ്പൊ കുറച്ചും കൂടെ അല്ലടാ സിനിമകളെ പറ്റി ഫസ്റ്റ് ആ സിനിമ പോയിട്ട് കാണുക, അതിനെ കുറിച്ച് അടിപൊളിയാണോ എന്നൊക്കെ പറയാൻ വേൾഡ് സിനിമയെ പറ്റിയൊക്കെ കുറച്ച് കൂടുതൽ നന്നായിട്ട് അറിയുന്ന അവനായിരിക്കും. അവന് തന്നെ അത്ഭുതം. അടുത്തത് ഈ സെറ്റിലെ പെറ്റിനെ കൊണ്ടുവരാറുണ്ടോ? ശരി, ചേച്ചി കൊണ്ടുവന്നു. അങ്ങനെ വേണമെന്ന് വെച്ച് കൊണ്ടുവന്നല്ല. എന്റെ പേരൻസ് ട്രാവൽ ചെയ്ത് വന്നപ്പോ അവർ ആ വഴി കേറിയപ്പം അതിനെയും കൂടെ കൂട്ടിക്കയറ്റിന്നല്ല, അതിനെയും കൂടെ കൊണ്ടുവന്നേ ഉള്ളൂ. ഒരു ബേർഡിനെയാ കൊണ്ടുവന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? റോക്സി അവളുടെ വീട്ടിലുള്ള പെറ്റിനെയാ വാങ്ങിച്ചിട്ടൊന്നുമല്ല. അത് ആ വഴി വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പെറ്റായിട്ടുള്ള അനുഭവങ്ങൾ സെറ്റിലെ? അങ്ങനെ കേറിയതാ. സെറ്റിലെ പെറ്റുകളുമായിട്ടുള്ള അനുഭവങ്ങൾ. സംഗീതട്ടൻ ഞാനും പ്ലീസ് അല്ല സംഗീതം ഒരു പക്ഷിയായിരുന്നു. ഡോഗൊക്കെ ഇപ്പൊ അവര് അതിനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് റോട്ട്വൈലേഴ്സ് അല്ലേ, അതിനങ്ങനെ ലൈറ്റ് ഒക്കെ ഫാൻ ഓഫ് ആയിട്ട് അറിഞ്ഞായിരുന്നു. ഇനിയിപ്പോ ഈ ലൈറ്റ് ഓഫ് ആവും. പൊതുവെ നമ്മളൊരു സിനിമ ഫസ്റ്റ് സൗണ്ട് മാത്രം ഇന്റർവ്യൂല് കാണാനില്ല, മാത്രം. ഇവനില്ല. പൊതുവെ ഒരു സിനിമ ചെയ്യാൻ മുമ്പ് ചില സിനിമകൾക്ക് നമുക്കൊരു ഹോം കമ്മിങ് ഫീൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ADJയുടെ മൂന്നാമത്തെ പടത്തിൽ അവർക്കാണ്, ഇപ്പൊ രണ്ടാമത്തെ പടത്തിലുള്ള. സോ അതിന്റെ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ഒരു തിരിച്ചെല്ലാരും കൂടെ ഒരു റീയൂണിയൻ കൈൻഡ് ഓഫ് വൈബ് ഉണ്ടാവും. റീയൂണിയൻ ഒന്നുമല്ല, ഞാൻ എഡിഷൻ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റില്. അപ്പൊ അങ്ങനെ റീയൂണിയൻ ഒന്നുമില്ല, എല്ലാ ദിവസവും കാണുന്ന ഒരാളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി.
അല്ല ഹോം കമ്മിങ് അവന് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങള് അത് ഹോം ഗോയിങ് ആയിരുന്നു. ഞങ്ങള് പുതിയ വാടക വീട്ടിലേക്ക് വന്നുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു വാടക വീട്? കൊള്ളാമോ? എന്നിട്ട് അത് മേടിച്ചു. ഇനി അവിടെ സ്ഥിരതാമസം ആക്കണമെന്നൊക്കെ. മഹിമയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഇതല്ല സാർ, ഞാൻ താമസമൊന്നും ആക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെല്ലാവരുടെ കൂടെ വിളിച്ചാ വർക്ക് ചെയ്യില്ല. പിന്നെ അല്ല വർക്ക് ചെയ്യും. വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യും. ഞാൻ ആദ്യമായിട്ട് ഇവരെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്നത്. അല്ല സംഗീതജ്ഞനായിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ? വർക്ക് ചെയ്ത് നമ്മള് വർക്ക് ചെയ്ത് എഡിറ്റർ ആയിരുന്നു. ജയഗണേഷിന്റെ എഡിറ്റർ ആയിരുന്നു. ഞങ്ങൾ ആകെപ്പാടെ അതിന്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ഒരു തവണ കണ്ടിട്ടുള്ളൂ. അപ്പൊ അന്നേരം വെച്ചാലോ ഹായ് അത്ര ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു ഇവരെല്ലാവരും പരിചയപ്പെടുന്നതിന് മുമ്പ്? പുതിയ ഇവരെ നെക്സ്റ്റ് ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. അതല്ല നെക്സ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അല്ല ഏഡിജനെ പറ്റി നല്ല ചോദ്യം പ്രശ്നം അടുത്ത ചോദ്യം. ഇത് ഫ്രഷ് ആണ്. പക്ഷെ ആദ്യം കണ്ടപ്പോ എന്താ തോന്നി എന്നുള്ള ക്വസ്റ്റ്യൻ അത് ഉണ്ടായിരുന്നു. തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ തോന്നി ആദ്യം കണ്ടു. എന്റെ പൊലട വന്ന് തീർത്തിട്ട് പോട്ടടാ, ചോദിക്കട്ടെ ഉത്തരം കൊടുക്കണ്ട. എല്ലാവർക്കും പറ്റിയപ്പോ ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ പറയണോ? സ്റ്റാർട്ടിങ് ഫ്രം എഡിജനെ പറ്റി എന്റെ അടുത്ത് മറ്റേ ആള് കുറച്ച് സീരിയസ് ടൈപ്പ് ആണെന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ അത് ചുമ്മാ പറഞ്ഞത്. പിന്നെ എനിക്ക് എഡിജനോട് സംസാരിച്ചു. സംഗീതത്തിനെ കുറിച്ച് സംഗൂനെ പറ്റി എനിക്ക് ഞാൻ മനസ്സിൽ വെച്ച എന്താണ് ഞാൻ ഒരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു സംഗു. എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്. അതെന്താന്ന് പറ. വളരെ ഫണ്ണായ ഭയങ്കര രസമായ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമുള്ള. ഇവൻ അധികം മിണ്ടില്ലെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇവൻ നന്നായിട്ട് സംസാരിക്കും എന്ന് മനസ്സിലായി എനിക്ക്. പിന്നെ അർജുൻ നന്നായിട്ട് സംസാരിക്കും തന്നെയാണ് എന്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ശ്യാം അധികം കോമ്പിനേഷൻ സീൻസ് ഇല്ല പടത്തില്. എല്ലാരും ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെയായിരുന്നു. ഇവൻ മാത്രമാണ് കുറച്ച് ഇവനായിരുന്നു ഈ സർപ്രൈസ് പാക്കേജ്. ഇവനായിരുന്നു. ഞാൻ ഇവന് ഒട്ടും സംസാരിക്കില്ല എന്നാ വിചാരിച്ചത്. പക്ഷെ നന്നായിട്ട് സംസാരിക്കും ഇവന്റെ അനിയനായവൻ മാത്യുമോൻ. അപ്പോ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി 14 ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർവ്യൂ പറഞ്ഞ പോലെ കേരളക്കര ഇപ്രാവശ്യം റൊമാൻസ് ആണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോ തിയേറ്ററിലെത്തി വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ നിങ്ങൾ തിയേറ്ററിൽ റൊമാൻസ് കണ്ട് ആഘോഷിക്കുക. അപ്പൊ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.